Welcome to Maima's cooking class. I am Maima Simon. Today I am sharing a vegetable masala recipe. This is chapati and puri serve a curry. Let's see. First, we will this curry a pan heat. Pan oil. Sunflower oil I use it. Pan nannayittu choodayi nammal aadyam cheyan povunnathu ee vegetables ella ittu cherudaayittu sort cheyidedukka pinne ivide eduthekkunnathu cauliflower 1 cup pinne baby potatoes illengi sadharana kizhangu upayogikkam oru valiya kizhangu upayogikkam njan ivide eduthe baby potato 3/4 cup eduthekkunne carrot oru 1/4 cup itra saanangala idum ella onnu cherudaayittu sort cheyidedukka. Baby potatoes I pressure cook ഒരു വിസിൽ വരെ pressure cook ചെയ്തു വെച്ചേക്കുന്നതാണ്. അതുകൊണ്ട് അത് ലാസ്റ്റ് ആഡ് ചെയ്താൽ മതി. ഈ baby potatoes കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. 3/4 കപ്പ് baby potatoes. ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ vegetables ഒക്കെ ചെറിയൊരു ബ്രൗൺ ടിന്റ് ആവും അതുവരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ ലൈറ്റ് ബ്രൗൺ ടിന്റ് ആയിട്ടുണ്ട് സമയത്ത് നമുക്ക് എടുക്കാം. ഈ സെയിം ഓയിലിലേക്ക് അടുത്തായിട്ട് ഞാൻ ഇടാൻ പോകുന്നത് ഒരു സവാള, ഒരു വലിയ സവാള റഫായിട്ട് ചോപ്പ് ചെയ്തേക്കണം. അതിനൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ്, വെളുത്തുള്ളി ഒരു 10 അല്ലി ഹോളായിട്ടാണ്, മുറിച്ചിട്ടൊന്നുമില്ല. ഇഞ്ചി ഒരു 1 ഇഞ്ച് പീസ് 3ആയിട്ട് കട്ട് ചെയ്തിട്ടേക്കണം. ഇത്ര സാധനം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഓയിൽ പോരാത്തതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഓയിൽ ആഡ് ചെയ്യുക. ഇതിലേക്ക് ടൊമാറ്റോ, ഒരു മീഡിയം സൈസ് ടൊമാറ്റോ കൂടെ ചേർക്കാം. ഒരു 2 മിനിറ്റോളം ഒന്ന് സോട്ട് ചെയ്യുക. ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുകയാണ്. ഓക്കെ, മതി. ഓഫ് ചെയ്യാം. ഈ മിക്സർ നന്നായിട്ട് കൂളാവണം. കൂളായ ശേഷം നമ്മളിത് അരച്ചെടുക്കും. അതുവരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഈ മിക്സ്ചർ നന്നായിട്ട് കൂളായി നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഒരു സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തു. അത് മാറ്റി വെക്കാം. ഈ സെയിം പാൻ തന്നെ നമുക്ക് ഹീറ്റ് ചെയ്യാം. വീണ്ടും ഇതിലേക്ക് കുറച്ചുകൂടെ ഓയിൽ ചേർക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി. എണ്ണയിലേക്ക് ഒരു നല്ല നുള്ള് കായംപൊടി, 1/2 ടീസ്പൂൺ ജീരകം,
ഇതിലേക്ക് ഒരു ചെറിയ ബേ ലീഫ്, 2 ഗ്രാമ്പൂ, ചെറിയ കഷ്ണം സിനമൺ, ഒരേലയ്ക്ക, ഇത്ര സാധനങ്ങളിടാം. ജീരകമൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്ക് അരച്ച മിക്സ്ചർ ഇതിലേക്ക് ഇടാം. വീണ്ടും നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. ഈ മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരപ്പ് കഴുകി ഇതിനകത്തേക്ക് ഒഴിക്കുക കേട്ടോ. നമ്മളിങ്ങനെ അരച്ച് ചേർക്കുമ്പോഴത്തേക്ക് നമുക്ക് ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ് കിട്ടും. ഈ മസാലയൊക്കെ മൂത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മസാല മൂപ്പിക്കുമ്പോൾ നമ്മുടെ പാത്രത്തിൽ പിടിക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇഞ്ചിയൊക്കെ ഉള്ളതുകൊണ്ട് എന്താണെങ്കിലും അടിക്ക് പിടിക്കും. അപ്പം കുറച്ച് വെള്ളം ഒഴിക്കുക, എന്നിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. മസാലയുടെ പച്ചമണം മാറുന്ന വരെ കുക്ക് ചെയ്യുക. ഇനി നമുക്കിതിനകത്തേക്ക് മസാല പൊടികൾ ചേർക്കാം. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ജീരകം പൊടി 1/4 ടീസ്പൂൺ. ഇത്രയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം. മസാലയുടെ റോ സ്മെല്ല് പോകണം, അതുവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഇനിയും ഷുഗർ ആഡ് ചെയ്യണം. നമ്മൾ ഈ ടൊമാറ്റോസിൻ്റെ ഒക്കെ പുളി ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1/2 ടീസ്പൂൺ ഷുഗർ ചേർക്കാം. ഇതിനൊപ്പം തന്നെ 2 പച്ചമുളക്, 2 ചെറിയ പച്ചമുളകാണ് സ്ലിറ്റ് ചെയ്തിട്ട് എടുക്കുക. ഓക്കെ, നമ്മുടെ മസാലയൊക്കെ മൂത്ത് നല്ലൊരു മണമായി. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം, അതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്യാം. തിക്നെസ് നോക്കി വെള്ളം ചേർക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 1/4 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. നമ്മുടെ മസാല നന്നായിട്ട് തിളച്ചു. ഇതിലേക്ക് നമുക്ക് ഗ്രീൻ പീസ് ആഡ് ചെയ്യാം. 1/4 കപ്പ് ഗ്രീൻ പീസ്, ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഗ്രീൻ പീസ് ഇട്ട് 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ സോട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾസ് നമുക്ക് ചേർക്കാം. ഇനി അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ്സോളം നമ്മുടെ വെജ് മസാല ചെറിയ ഫ്ലെയിമിൽ കിടന്ന് കുക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ നോക്കിയാൽ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്യാം. ലാസ്റ്റ് നമുക്ക് ഇതിനകത്തേക്ക് ഒരു പിഞ്ച് ഓഫ് ഗരം മസാല ആഡ് ചെയ്യാം. കുറച്ച് കൊറിയാൻഡർ ലീവ്സ്. നമുക്കൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഈ ഗ്രേവി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വെജിറ്റബിൾസ് എല്ലാം ഉടഞ്ഞു പോകാൻ പാടില്ല. പെർഫെക്റ്റ്ലി കുക്ക്ഡ് ആയിരിക്കണം. എൻ്റെ വേർഷനിലുള്ള ഈ വെജിറ്റബിൾ മസാല കറി ഇത് റെഡിയായി. ഇത് ഫിനിഷ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ബട്ടറിൻ്റെ ചെറിയൊരു കഷ്ണം ഇതിനകത്തേക്ക് വെക്കാം. അതൊരു ആഡഡ് ഫ്ലേവറാണ് അങ്ങനെ വെക്കുന്നത്. സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട്
ചെറിയൊരു ബട്ടർ ക്യൂബ് വെക്കുക. കുറച്ച് മല്ലിയില വെച്ച് ഗാർണിഷ് ചെയ്യാം. ഈ വെജിറ്റബിൾ കറി നിങ്ങൾക്ക് ചപ്പാത്തി, റോട്ടി, നാൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വെജിറ്റബിൾ മസാല നിങ്ങൾ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.